നമുക്കറിയാം, ഇന്ന് ഡെന്റൽ ശാസ്ത്രത്തിനകത്ത് നടക്കുന്ന ഏറ്റവും ഉപകാരമില്ല ഒരു ട്രീറ്റ്മെന്റ് ആണ് റൂട്ട് കനാൽ തെറാപ്പി അല്ലെങ്കിൽ RCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ റൂട്ട് കനാൽ തെറാപ്പിക്ക് ഒരുപാട് ഒളിയമ്പുകളുണ്ട്. നിലവിൽ അത് മനസ്സിലാക്കുന്നിടത്ത് പബ്ലിക്സിന്റെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അത് നീക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ 10 പോയിന്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, ഐ എം ഡോക്ടർ അലി എരുമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. അപ്പൊ നമുക്ക് പരിശോധിക്കാം ഏതൊക്കെയാണതെന്ന്. നമ്പർ 1, നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി ഒരാളോട് പറയുമ്പോൾ, വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ പറയും, പഴയ കാലത്ത് രജിസ്റ്റേർഡ് ഡെന്റൽ സർജൻസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ. അവർക്ക് എന്താണ് റൂട്ട് കനാൽ എന്ന് അറിയാൻ പാടില്ല. അവർ പറയുന്നത് RCT, കൂർസിറ്റി ഇതൊന്നും വേലക്കാവാതെ, പല്ല് വലി വന്ന അത് പുടുങ്ങിയാവണമേ എന്ന് വെച്ചാൽ പല്ലിന് വേദന വന്നാൽ അത് എടുത്തേ ആവണം. കാരണം അവർ അത്രേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതൊരിക്കലും ശരിയല്ല. അത് ഡോക്ടേഴ്സിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് പഴയ കാലത്ത് രജിസ്റ്റേർഡ് ഡെന്റൽ സർജൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി അവർക്ക് ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. RCT ഏറ്റവും നല്ല വർക്കാണ്. രണ്ടാമത്തത്, നമ്മൾ പറയും വേര് നശിപ്പിക്കുന്ന ചികിത്സ. രോഗികൾ സാധാരണ പറയുന്ന ഒന്നാണ്, വേരുകൾ നശിപ്പിക്കുകയാണോ? അല്ല, വേരുകൾ നശിപ്പിക്കുകയല്ല. ആ ട്രീറ്റ്മെന്റിന്റെ പേര് റൂട്ട് കനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിനകത്തുള്ള കനാൽ ഫില്ലിംഗ്, അത് അടക്കുകയാണ്. അല്ലാതെ വേര് ഇല്ലായ്മ ചെയ്യുകയല്ല, വേരിൽ അടക്കുകയാണ് ചെയ്യുന്നത്. വേര് നശിപ്പിക്കുകയല്ല, ഡിസ്ട്രക്ഷൻ അല്ല. വി ആർ ഡൂയിങ് കൺസർവേഷൻ. ഇനി മൂന്നാമത്തെ തെറ്റിദ്ധാരണ, വേര് ചികിത്സ ചെയ്താൽ ഭാവിയിൽ ആ പല്ലിന് വേദന ഉണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം പറയുമ്പോൾ 99% ഉത്തരം നോ എന്നുള്ളതാണ്. വേദന ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ശാരീരികമായ മറ്റു അസുഖങ്ങൾ കൊണ്ടോ പല്ല് പൊട്ടിപ്പോവുകയോ ചെയ്താൽ രണ്ടാമത് റീഇൻഫെക്ഷൻ, അണുബാധ വീണ്ടും ഉണ്ടായി വേദന വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 1% യെസ് എന്ന് പറയാൻ കാരണം. ഇനി നമുക്ക് നോക്കാം അടുത്ത തെറ്റിദ്ധാരണ എന്താണ്. വേര് ചികിത്സ ചെയ്താൽ ആ പല്ലിനുകൾക്ക് നമ്മൾ കവർ ചെയ്യണമോ, ടോപ്പ് ഇട്ടിട്ട് കൊടുക്കണമോ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് RCT എന്ന് പറയുന്നത് വിത്തൗട്ട് കവറോട് ആണ്. വിത്ത് കവർ ചെയ്യൽ നിർബന്ധമാണ്. കാരണം RCT എന്ന് പറയുന്നത് വിത്ത് കവറിൽ മാത്രമേ എഫക്റ്റീവ് ആവുള്ളൂ. കൺസർവേഷൻ, ടൂത്തിനെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ നമുക്ക് ആ പല്ല് ക്രൗൺ ചെയ്യൽ നിർബന്ധമാണ്. കാരണം ആ പല്ല് വീക്കാണ്. ഹെൽത്തി ടൂത്ത് പോലെയല്ല RCTയുടെ പല്ല്. ആ പല്ല് നോൺ വൈറ്റൽ ടൂത്താണ്, ജീവനില്ലാത്ത പല്ലാണ്. അതുകൊണ്ട് കവർ നിർബന്ധമാണ്. അടുത്ത തെറ്റിദ്ധാരണ, ഇത്രയും കാശ് ചെലവഴിച്ചാൽ പിന്നെ വേദന വന്നാൽ എന്തു ചെയ്യും? ഈ ചോദ്യം തന്നെ ഉഡായിപ്പ് ചോദ്യമാണ്. പ്രോപ്പറായിട്ട് റൂട്ട് കനാൽ ചെയ്താൽ വേദന വരില്ല. പക്ഷേ റൂട്ട് കനാൽ എന്ന പേരിൽ രോഗിനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഉഡായിപ്പ് ട്രീറ്റ്മെന്റ് 5-6 തവണ എടുത്ത് പ്രോപ്പറായിട്ട് പല്ല് ട്രീറ്റ്മെന്റ് ഫില്ലാക്കാതെ വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പല്ലിന് വേദന വരും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ട്രീറ്റ്മെന്റ് പൂർണ്ണമായി നിലനിർത്തിയിട്ടുണ്ടോ, ഫില്ല് ചെയ്തിട്ടുണ്ടോ, കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ അഭിപ്രായം, ഇത്രയും കാശ് ചെലവാക്കി, ഇത്രയും ടൈം ചെലവാക്കി നമ്മൾ എടുക്കുന്ന എഫേർട്ട് അത് വേസ്റ്റ് ആവും. കാരണം ഉഡായിപ്പ് ഈ വിഷയത്തിൽ നടക്കില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇനി 6ാമത്തെ കാര്യം, കവർ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? പൊട്ടിപ്പോവും. റൂട്ട് കനാലിൽ നമ്മളെടുത്ത എഫേർട്ട് അത് വേസ്റ്റ് ആവും. അവിടെ മാത്രമല്ല, ഒരു പേഷ്യന്റ് RCT ചെയ്ത് ഉപയോഗം കിട്ടിയില്ലെങ്കിൽ ആ ഫാമിലിയിൽ ആ റൂട്ട് കനാൽ തെറാപ്പിനെ സംബന്ധിച്ച്, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ച് തെറ്റായ സന്ദേശം നൽകും. അത് ആ ഫാമിലിയിൽ ഒരാളും പിന്നെ അത് ട്രീറ്റ്മെന്റ് എടുക്കില്ല എന്നുള്ളതാണ് സത്യം.
അപ്പോൾ അടുത്ത കാര്യം നമുക്ക് നോക്കാം. 7ാമത്തെ പോയിന്റ്, ഗ്യാരണ്ടി ഉണ്ടോ? നമ്മൾ ആദ്യം കാണണം, റൂട്ട് കനാൽ തെറാപ്പി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ല, ഇറ്റ് ഈസ് എ ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ് അത് പ്രോപ്പറായിട്ട് ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടും. അതിനെ നമുക്ക് ഗ്യാരണ്ടി വെച്ച് അളക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് വാറണ്ടി. പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് കാരണം. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, പേഷ്യന്റിന് ഇല്ലാത്ത ഗ്യാരണ്ടി റൂട്ട് കനാലിനുണ്ട്. പേഷ്യന്റ് ഏത് സമയത്തും തട്ടിപ്പോകാം, പക്ഷേ റൂട്ട് കനാൽ പ്രോപ്പർ ചെയ്താൽ ആ പല്ലിന് രണ്ടാമത് ഇൻഫെക്ഷൻ വരില്ല. അപ്പോഴോ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? പേഷ്യൻസിന് ഇല്ലാത്ത ഗ്യാരണ്ടി റൂട്ട് കനാലിനില്ലേ? യെസ് എന്നാണ് ഉത്തരം. അടുത്ത കാര്യം, നമ്മൾ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമോ, സൂചി വെക്കുമോ? യെസ് എന്നാണ് ഉത്തരം. പക്ഷേ ജീവനില്ലാത്ത നോൺ വൈറ്റൽ ടൂത്തുകൾക്ക് ഇഞ്ചക്ഷന്റെ ആവശ്യമില്ല. അതാണ് 8ാമത്തെ പോയിന്റ്. ഇനി 9ാമത്തെ പോയിന്റ്, RCT ചെയ്ത പല്ലുകൾ നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞു, ക്ലീൻ ചെയ്യാത്ത വൃത്തിയില്ലാത്ത വായിൽ ഡെന്റൽ ഒരു ട്രീറ്റ്മെന്റും നിലനിൽക്കില്ല എന്നതുകൊണ്ട് ഹൈജീൻ, വായുടെ വൃത്തി വളരെ നിർബന്ധമാണ്. മാത്രമല്ല വർഷത്തിലൊരിക്കൽ എക്സ്റേ എടുത്തിട്ട് നമ്മൾ നോക്കുന്നത് നിലവിലുള്ള ട്രീറ്റ്മെന്റിന്റെ നിലനിൽപ്പിനും അത് പ്രോബ്ലം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് ആവശ്യമാണ്. ഇനി 10ാമത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്, എന്താണ് RCTക്ക് ഇത്ര ഇമ്പോർട്ടൻറ്റ്? ഞാൻ നിങ്ങളെ മുന്നിൽ തന്നെ 10ൽ കൂടുതൽ വീഡിയോ RCT സംബന്ധമായിട്ടിട്ടുണ്ട്. എന്തിനുകൊണ്ടാണ് ഈ RCTക്ക് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? RCT ഇല്ലയോ? ഡെന്റിസ്റ്റി ഇല്ല. RCT ഉണ്ടോ? ഡെന്റിസ്റ്റി ഉണ്ട്. അപ്പോ RCT എന്ന് പറയുന്നത് ഒരു ഇന്റൻസീവ് കെയർ ട്രീറ്റ്മെന്റ് ആണ്. അതല്ലെങ്കിൽ മാർഗം എക്സ്ട്രാക്ഷൻ ആണ്, പല്ലെടുത്ത് കളയലാണ്. അപ്പൊ വേദന വന്ന പല്ല് എടുത്തു കളയാതിരിക്കാനുള്ള ഒരേ ഒരു ട്രീറ്റ്മെന്റ് റൂട്ട് കനാലാണ്. അതുകൊണ്ടാണ് റൂട്ട് കനാൽ ഇത്ര അധികം പ്രാധാന്യം അറിയിക്കാൻ ഞാൻ വീഡിയോ ഇടുന്നത്. താങ്ക് യു ആൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ആൻഡ് ഡോക്ടർ അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. അതുവരെ ബൈ.